നമസ്കാരം. നമ്മളിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഇത് പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ കാണുന്നൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളത്. ഇതിൽ പ്രീമച്വർ ഏജിങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. സാധാരണ നമുക്ക് വാർദ്ധക്യത്തിലേക്ക് പതുക്കെ അടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരീരം കാണിച്ചു തരുന്നതാണ് ചെറിയ ചുളിവുകളും അതുപോലെ മുടി നരയ്ക്കുന്നതും ഒക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കുറച്ച് പ്രായം എത്തുന്നതിന് മുൻപ് തന്നെ മുടി നരയ്ക്കുന്നതൊക്കെ തന്നെയാണ് കാണാറുള്ളത്. അപ്പോൾ അതിനൊരുപാടേറെ റീസൺസ് ഉണ്ട്. നമ്മൾ മുൻപ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ജനറ്റിക്കായിട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് വരാതിരിക്കാൻ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അതിൽ ഭക്ഷണത്തിൽ ഒരുപാട് വ്യത്യാസം വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ഹെയർ കെയറിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മുടി നരയ്ക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒന്ന് മുടി കറുപ്പ് കളറിൽ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. മുടി നരയ്ക്കുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. ആ വൈറ്റ് കളറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും അതൊരു കോൺഫിഡൻസ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയറിനെ കറുപ്പ് കളറിൽ നിലനിർത്താൻ പറ്റുമെന്നുള്ളത്. ഇതിൽ ചിരട്ടക്കരി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഹെന്നയും നീലയമരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മുടിയെ കറുപ്പിക്കുന്ന രീതിയിലുള്ളൊരു കൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്നും ചിലർക്കൊന്നും തന്നെ അത് വർക്കായില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 100% റിസൾട്ട് എന്ന് പറയാൻ കിട്ടും, നമുക്ക് കുറച്ച് ക്ഷമ കാണിച്ചാൽ. ഇനി അതല്ല, നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടി ശീലിച്ചവരായിരിക്കും. അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് വരും. 1-2 ദിവസമൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ. മറ്റത് കുറഞ്ഞ സമയം, കുറഞ്ഞ നിമിഷങ്ങൾ മതി നമുക്ക് മുടി കറുപ്പിക്കാൻ. അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൽ അത്രയും ഹൈ ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. PPD ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഹെയർ ഡൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് PPD ഫ്രീ ആയിട്ടുള്ളതാണെന്ന് അവരതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ടിൽ അത് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അലർജി വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ചിലർക്കെങ്കിലും ഈ പ്രശ്നം വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഹെയർ ഡൈയിൽ ഉപയോഗിച്ചിട്ട് ചില അലർജിക് റിയാക്ഷൻ വന്നിട്ട് മുഖത്ത്, നെറ്റിയിൽ, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ ഒക്കെ തന്നെ സ്കാൽപ്പിൽ ഒക്കെ ഡാർക്ക് കളറായിട്ട് വരുന്നതും അവിടെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും, ഇനി ഇത് ചില സമയത്ത് വളരെ അസഹ്യമായിട്ട് അത് ബ്ലീഡിങ് ആയിട്ടോ പൊട്ടിയൊലിച്ച് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറാറുണ്ട്. അപ്പം ചിലർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള അത്തരം ഇതിന് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ഒരു പോർഷനിൽ ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം അലർജി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉപയോഗിക്കാം. ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് അലർജി ഒന്നും ഇല്ലെങ്കിലും ഇത് നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കാറുണ്ട്. ഒരുപാട് കാലം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നവർക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ കേസൊക്കെ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് മാറാതെ ഇരിക്കുന്നത്, അതുപോലെ ബ്ലാഡർ ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ശരിയായിട്ടുള്ള സ്റ്റഡീസ് ഒന്നും തന്നെ പ്രൂവ് ചെയ്തില്ലെങ്കിലും ചിലർക്കൊക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് ക്യാൻസർ സാധ്യത കൂടുതലായിട്ട്, അത് ബ്ലഡ് ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ പറയാറുണ്ട്. അപ്പോൾ PPD അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ കുറച്ചൊന്ന് പണിയെടുത്താലും നാച്ചുറൽ ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഇത്തരം ഹെയർ ഡൈസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, മുടി കറുപ്പിക്കാം, കുറച്ച് സാവകാശമാണെങ്കിലും മുടി കറുത്ത് കിട്ടും. ഇനി അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എപ്പോഴും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഉള്ള മുടിയെ ഒന്ന് നറിഷ് ചെയ്യാൻ കൂടെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മുടി നരയ്ക്ക് വേണ്ടിയിട്ട് മുടിയെ നാച്ചുറലി ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, അവരുടെ മുടിക്ക് നല്ല കട്ടിയും അതുപോലെ വളർച്ചയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യം പറയട്ടെ. നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ സ്ത്രീകളിലാണെങ്കിൽ പ്രോപ്പറായിട്ട് നടത്താനൊക്കെ സഹായിക്കുന്നതും, അതുപോലെ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് കരിഞ്ജീരകത്തിന് ഉപയോഗപ്പെടുത്താം കേട്ടോ. സംഗ്രാഹി പിത്തലം മീഥ്യം ഗർഭാശയ ശുദ്ധികൃത് എന്നുള്ള വരികളിലൊക്കെ തന്നെ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഗർഭാശയ ശുദ്ധിക്കായിട്ടായാലും അല്ലെങ്കിൽ പിത്തദോഷത്തെ കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പുറമേക്ക് അപ്ലൈ ചെയ്യുന്നതും രണ്ടും തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പുറമേക്ക്
അപ്ലൈ ചെയ്യുന്ന ഒരു രീതി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉലുവയുടെ കൂടെയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഉപയോഗിക്കുന്നത്. ഉണക്ക നെല്ലിക്കയും തൈരും കൂടെ നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് തുരുമ്പ് പിടിച്ച പഴയ ചീനച്ചട്ടി ഉണ്ടാവുമല്ലോ, അതിലാണ് പെട്ടെന്ന് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത്തരം ചട്ടിയാണ് നമുക്ക് ആവശ്യം. അതിൽ കൂട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നെല്ലിക്കപ്പൊടി തന്നെ അല്പം തൈരും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് അധിക സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഹെയറിൽ 1-2 മണിക്കൂറൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുന്ന രീതിയൊക്കെ ഉണ്ട്. മെലാനിൻ കുറയുന്നതും ശരീരത്തിൽ കോപ്പറിൻ്റെ അളവ് കുറയുന്നതും ഒക്കെയാണ് നേരത്തെ മുടി നരയ്ക്കാനുള്ള കാരണങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കോപ്പർ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് അതിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ പുറമേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഞാൻ ഈ പറഞ്ഞ കരിഞ്ജീരകം തന്നെ ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉണക്കി വെക്കില്ലോ, കഴുകി ഉണക്കിയ കരിഞ്ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ക്യാരറ്റിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ നല്ല ഫ്രഷ് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതും അല്ലെങ്കിൽ ഇത് തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്നതും അല്പാൽപമായിട്ട് കഴിക്കുന്നതും നല്ലതാണ്. ഇനി കരിഞ്ജീരകം ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലഡ്ഡു രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ രീതിയിലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ കേട്ടോ. ഇനി ഇതുപോലെ ഈ നെല്ലിക്കപ്പൊടി മാത്രമല്ല കേട്ടോ, ഇതിൽ നമുക്ക് ഭൃംഗരാജ അല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണക്കി പൊടിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നാച്ചുറലി ഹെയർ ഗ്രോത്തിനും ഹെയർ നറിഷ് ചെയ്യാനും അതുപോലെ ബ്ലാക്ക് ഹെയറിലേക്ക് മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. റോസ്മേരി ലീവ്സ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ വാൾനട്ടിൻ്റെ ഷെല്ല് കരിച്ച് ഉപയോഗിക്കുന്നത്, അതുപോലെ ചിരട്ടക്കരി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ട് താളിയാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരുടെയൊക്കെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കറുപ്പുള്ള മുടിയായിരിക്കും. പിന്നെ അതിന് തന്നെ വളരാനുള്ള ഒരു മീഡിയം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് സ്കാൽപ്പും ഹെയറും എല്ലാം ഹെൽത്തി ആയിരിക്കും. താളി തയ്യാറാക്കുന്നതിൽ നമുക്ക് പനിക്കൂർക്കലിൻ്റെ ഇല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് മുടി ഒന്നുകൂടെ കറുക്കാൻ വളരെ നല്ലതാണ്. ഫാറ്റി ആസിഡ്സ്, മിനറൽസ്, അതുപോലെ തന്നെ ലിനോയിലിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുടിയെ നന്നായിട്ട് നറിഷ് ചെയ്യാൻ ഈ കരിഞ്ജീരകം ഉപയോഗിക്കുമ്പോൾ സാധ്യമാകുന്നത്. കരിഞ്ജീരകം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഹെയർ ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5-6 ദിവസമൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ടത് ആവശ്യമില്ല. ഇത് നമ്മൾ രാത്രി ഹെയർ കെയർ വളരെ നല്ലതാണ്. അത് കാരണം പിന്നീട് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പം ആ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ തല കുനിഞ്ഞ് നിന്നിട്ട് മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മസാജ് ചെയ്യുമ്പോഴുള്ള സർക്കുലേഷൻ കൂട്ടുന്നതിൻ്റെ കൂടെ ഇത് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇനി അങ്ങനെ നീരിറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മൂർധാവിൽ തട്ടാത്ത രീതിയിൽ ബാക്കിയുള്ള ഏരിയയിലൊക്കെ തന്നെ സ്പ്രേ ചെയ്തതിന് ശേഷം തണുപ്പ് വിട്ടതിന് ശേഷം സ്പ്രേ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക. അത് നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ ഇത് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത്രയും സമയം ഇത് ഹെയറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും അതുപോലെ തന്നെ റീഗ്രോത്തും ഒക്കെ തന്നെ സാധ്യമാവുന്നുണ്ട്. നീലയവരിപ്പൊടി അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ ഭൃംഗരാജ പൗഡർ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മീഡിയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തൈര് അല്ലെങ്കിൽ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ തിളപ്പിച്ചത്, അതല്ലെങ്കിൽ കോഫി പൗഡർ ഇട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുള്ളത്, ഇതൊക്കെ തന്നെ ലിക്വിഡ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ചധികം സമയം വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള രീതിയിൽ ഹാർഡായിട്ടുള്ള ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇത് നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ ഹെയറിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ചെറുപ്പത്തിലേ വരുന്നുണ്ടെന്നെങ്കിൽ ഇത് തീർത്തും ഇത്തരം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൂടെ തകരാറിലാവും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി പലരും പറയാറുണ്ട് അലർജി പ്രശ്നങ്ങൾ, അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. കാരണം അലർജി മാറാൻ വേണ്ടിയിട്ട് മറ്റുള്ള രീതിയിൽ സ്റ്റിറോയിഡ് ഓയിൽമെൻറ്റുകളിലേക്കൊക്കെ പോകേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇതുപോലുള്ള നാച്ചുറലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഹെയറിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുടി കറുക്കാനും മുടിയെ റീഗ്രോത്ത് ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നും പറയുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.